എടാ പാവടാ. പിന്നെ പിന്നെ എല്ലാ ആമ്പിള്ളേർക്കും ബ്രേക്കപ്പ് ആക്കാൻ റീസൺ വേണമല്ലോ. പിന്നെ അവള് നേഴ്സായിട്ട് പിന്നെ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയതാണ് അവള് ചെയ്ത തെറ്റ്. ഒന്ന് പോടാ. എല്ലാ ആമ്പിള്ളേരും ഒരു റീസൺ ഉണ്ട്. അവൾ അണ്ടി ഫാക്ടറി ജോലി ചെയ്യാൻ പോയത്. രണ്ടാളുടെ പേര് കേക്കത്തില്ല വീട്ടിൽ. അല്ല അണ്ണാ എല്ലാവർക്കും ബുഗാട്ടി കിട്ടിയണ്ണ. എനിക്ക് ഒരു ബുഗാട്ടി കേക്കാടാ. കുട്ടി ഇങ്ങനെ വിളിക്കണം. ഹലോ ആ കണ്ട. ഹലോ ആ നയന തന്നെ. ഞാൻ വണ്ടിക്കകത്തിരുന്ന കേക്കത്തില്ലടാ പണ്ട. അല്ല നയനാലോ കേക്കാവോ? കേക്കാം കേക്കാം. ഹലോ കേക്കാം. കേക്കുന്നില്ലേ? ഭയങ്കര ശബ്ദമാണോ? വൃത്തി അങ്ങ് വൃത്തി. എന്താടാ ഒരൊച്ച ഉണ്ട്, അതങ്ങ് കുറച്ച് വെച്ചാ മതി. കുറച്ചൊക്കെ സൗകര്യം ഇല്ലെങ്കില് സൗകര്യം ഇല്ല. നീ എന്തിനാ കുഞ്ഞിരിക്കോ? എന്തിനാ ചേച്ചി? ഓ നിന്റെ വക്കാലത്തിലാണല്ലോ അവിടെ കുടിയിരിക്കുന്നേ. കുള്ളുകളെ കൊണക്കല്ലേ? മര്യാദക്ക് പോടാ. ഷോക്ക് ഷോ ഇറക്കാൻ പറഞ്ഞിട്ടുള്ള പണി അല്ലേ? പോയി കെ എസ് സിബിലും വല്ല പണി ഇന്ത്യക്കൽ കെ എസ് സിബിലെ പവർ ഹൗസിൽ തന്നെ പണി തരാം. 2 വയറ് പിരിച്ചു വെച്ചാൽ മതി. പിന്നെ ഞാൻ എന്തിനു ചെയ്ത്? പിന്നെ ഇവൻ പറഞ്ഞൊക്കെ കെ വി അത് പറഞ്ഞ കണ്ട കുണ്ണകൾ പറയുന്ന കുണ്ണത്തരമല്ല ഞാൻ കേട്ടോണ്ടിരിക്കണോ? കെ വിയിലുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ കണ്ട കുണ്ണകൾ പറയുന്ന കുണ്ണത്തരത്തിന് ഞാൻ നിൽക്കുന്നില്ല. ഹലോ എന്താ സംഭവം? എനിക്ക് എന്താ അറിയണം. അവൻ സംസാരിച്ചപ്പോ ഇത് എന്തൊരു സൗണ്ട് എന്ന് പറഞ്ഞു വൃത്തി. അങ്ങനെ ചൊറിയായി. അത്ര വണ്ടി ഇടിച്ചു കളിക്കണേ. പിടിച്ചോണ്ട് പോടാ. കണ്ണാപ്പി വിടറാ. വൃത്തി വിടറാ. കുറച്ച് സൗണ്ട് കൂടുതലെന്നല്ലേ പറഞ്ഞോളൂ. അണ്ണ ഒന്ന് മുതുക്ക് വരും വാസണ്ണ. ഇവിടെ കേവിയില് വൃത്തിയായിട്ട് സംസാരം. വിടറാ. വൃത്തി കേവിയില് വൃത്തിയായിട്ട് സംസാരായി കണ്ണാപ്പി. അണ്ണ ഒന്ന് മുതുക്കുവാണ്. മുതുക്കുവാ മറഞ്ഞടാ. എടാ വൃത്തി വിടറാ. എന്റെ അണ്ണൻ പറഞ്ഞ മാറിക്കും. എന്റെ അണ്ണൻ പറഞ്ഞ മാറിക്കും. അല്ല നിന്നെ പോലെ ലീഡറില്ലാത്ത അണ്ണ അവൻ മാറി. പക്ഷെ മറ്റേ വിടറാ. വൃത്തി ഞാൻ മാറി തന്നാ മന്ദാര എന്താ ഞാൻ ഇത് കേവിയാന്ന് പറഞ്ഞ ഞാൻ എല്ലാം സഹിക്കണോ? നീ എന്താ ചെയ്തത് ഞാൻ പറഞ്ഞ? ഓ അല്ല ഞാൻ എന്തെങ്കിലും ചെയ്തല്ല. കേവിയാന്ന് പറഞ്ഞ ഞാൻ എന്തൊരു കണ്ടവന്മാരെല്ലാം സഹിക്കണോ? ഞാൻ ഇവനെ കുറച്ചു മുമ്പേ ഡ്രസ് ഷോപ്പിൽ കണ്ടോ മാനിയോട്ടാണ് സംസാരിച്ചിട്ട് പോയത്. എടാ മനസ്സിലായടാ.
നീ മാറി നിന്നപ്പോ അവൻ കൊണച്ച് ഞാൻ കണ്ട് അതല്ല പറഞ്ഞത്. എടാ ഞാന് കണ്ണാപ്പി ഇവിടെ നിക്കായിരുന്നു. അപ്പൊ മറ്റേ നമ്മളെ നയനയില്ലേ, നയനായിട്ട് പ്രത്യേകം സംസാരിക്കുന്നു. അപ്പൊ കണ്ണാപ്പി അല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇത് എന്തൊരു സൗണ്ട് എന്ന് പറഞ്ഞു. പ്രതി കുറച്ച് നോക്കാൻ പറഞ്ഞു. സ്വിച്ച് ആണല്ലോ അത് പിടിച്ച് കുറച്ച് നോക്കാൻ പറഞ്ഞു. അവർ കുറച്ചില്ല. അണ്ണാ ഞാൻ ഇവിടെ മുതുക്കില് മന്ദാരടിച്ചില് തന്നെയാണ് അണ്ണാ. അപ്പഴത്തേക്ക് മറ്റേ എന്താണ് അപ്പൊ അവിടെ ഒരു കൊച്ചു അപ്പം നയനാന്ന് പറഞ്ഞ കൊച്ചു. അപ്പൊ കൊച്ചിനെ വിളിച്ചിങ്ങനെ നോർമലി. അപ്പൊ എന്റെ ശബ്ദം അറിയാലോണ ആ കുട്ടീന്ന് പറഞ്ഞ അങ്ങനെ വിളിച്ചു. അപ്പൊ കുട്ടീന്ന് പറഞ്ഞ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഓ എന്തൊരു ശബ്ദമാടാ, മറ്റേ ഒരുമാതിരി മറ്റേ ഇതുപോലെ പറഞ്ഞു, മറ്റേ അരോചകം പോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് താഴെ സ്വിച്ചില്ല കുറച്ച് വെച്ചാമെന്ന് പറഞ്ഞു. അപ്പഴത്തേക്ക് അവൻ കയറി മറ്റേ അവൻ എന്തോ കയറി പറഞ്ഞല്ലോടാ. അപ്പഴത്തേക്ക് അവൻ കയറി ചൂടായല്ലോ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു. അപ്പഴത്തേക്ക് ഞാനും അവനോട് പിന്നെ സംസാരമാണ്. അപ്പൊ അന്നേരം പറഞ്ഞു കേവല പൃഥ്വി അങ്ങനെയുള്ള രീതി പറഞ്ഞു. അവൻ പോയി. അതെ എടാ പൃഥ്വി പോയില്ലേ? അണ്ണൻ മാറിയിക്കാൻ പറഞ്ഞപ്പോഴാണ് അണ്ണൻ മാറിയിക്കാൻ പറഞ്ഞപ്പോഴേ ലെഗസിയാണോ? ഞാൻ ഇപ്പഴ മാറിയുന്നേ. എന്നിട്ട് എന്റെ ബാക്കി വന്ന് നിന്നിട്ട് മറ്റേ കീഴി വന്ന് നിന്നിട്ട് കൊണയായിരുന്നു. ഞാൻ എന്നിട്ട് മന്ദരത്തിന് അണ്ണൻ മാറിക്കാൻ സ്പോട്ടി റെഡി പറഞ്ഞ മാറിയുന്നായിരുന്നു. ചോദിച്ചു നോക്ക്. എന്നിട്ട് എന്റെ പറയുന്നത് അണ്ണാ ഞങ്ങള് സിറ്റുവേഷൻ വിട്ട് പോയതാണ്. വീണ്ടും ഇപ്പൊ മറ്റേ നിനക്ക് പേടിയാണോ എന്താടാ, നീ ആണല്ലേടാ, നീ എന്താ സിറ്റുവേഷൻ വിട്ട് പോയതാണ്. രണ്ടാമത് മറ്റേ നമ്മളെ മുതുക്കി തന്നെ പിടിച്ചു നിർത്തിയിരുന്നതാണ്. ചോദിച്ചോക്ക് മന്ദാരത്തിന് ചോദിച്ചോക്ക്. വണ്ടി കയറി പോയാണ്. ഞാൻ ഡ്രസ് അതിന്റെ മറ്റേ അണ്ണാ നമ്മള് വണ്ടി എടുത്ത് പോയതാ. അപ്പൊ പറഞ്ഞു എന്തായാലും വണ്ടി എടുത്ത് പോയതാ. അപ്പൊ എന്തായാലും വണ്ടി എടുത്ത് പോന്ന് സംസാരിക്കാൻ ധൈര്യമില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സംസാരമായി. പിന്നെ എടാ പൃഥ്വി ഇവിടെ സംസാരിക്കായിരുന്നു. ഞാനെന്താ പൃഥ്വി ഇവിടെ സംസാരിക്കായിരുന്നു. അപ്പൊ കണ്ണാപ്പി വന്ന് കുട്ടീന്ന് വിളിച്ചപ്പോ ഇത് എന്തൊരു എന്തോ പൃഥ്വി ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് എന്തൊരു സൗണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ അപ്പൊ കണ്ണാപ്പി പറഞ്ഞത് കുറച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പൃഥ്വി പറഞ്ഞു എന്തോ പറഞ്ഞപ്പോ കണ്ണാപ്പി പറഞ്ഞു എന്നാ നീ കുനിഞ്ഞിരിന്ന് പറഞ്ഞു. പിന്നെ സംസാരമായിട്ട് അവസാനം ഞാൻ പറഞ്ഞു വിടറാ എന്നിട്ട് വണ്ടി എടുത്ത് പോവാൻ നിൽക്കുമ്പോ പൃഥ്വി പിന്നെയും പറയാൻ വന്നിട്ട് പറഞ്ഞു എന്താ വണ്ടി എടുത്ത് വന്ന് എനിക്ക് സംസാരിച്ചിരിക്കാൻ ധൈര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സംസാരമായി. അത്ര തന്നെ. എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മറ്റേ പൃഥ്വിനെ വിളിച്ചോണ്ട് പോയി. വാസണ വന്ന് കണ്ണാപ്പിനെയും വിളിച്ചോണ്ട് പോയി. അത് സംസാരിക്കണം. ഇപ്പൊ മറ്റേ ഐ ജി സെറ്റ് സെറ്റ് ആയി പോയിട്ടേ ഇഞ്ചി പറഞ്ഞ പോവേ എണ്ണാന്ന് ചോദിച്ചു പോയി. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങള് ഇതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണം. നിങ്ങൾ ആരെങ്കിലും സിറ്റുവേഷൻ കണ്ടോന്ന് അറിഞ്ഞൂടാ. കാർലോ അവരൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പൊ എങ്ങനെയാ നിക്കണേ? സിറ്റുവേഷൻ ട്രിഗർ ആയതിനു ശേഷം കണ്ണാപ്പി എന്താണ് പറഞ്ഞതെന്ന് അറിയാവോ ബ്രോ? കണ്ണാപ്പി എന്തോ പറഞ്ഞെന്ന് അറിയാവോ? വാസുണ്ണം പറഞ്ഞത് ഞാൻ കേൾക്കും, കഴിവില്ലാത്ത നിന്റെയൊക്കെ ലീഡറിനെ പോലല്ലെന്ന്. ഇത് മിസ്റ്റേക്ക് അല്ലെന്നാണോ പറയണേ? അല്ല ഇത് മിസ്റ്റേക്ക് അല്ലെന്നാണോ പറയണേ? ആ പാർട്ടിക്കുലർ സാധനത്തിനാണ് ഞാൻ പറയണത്, മനസ്സിലായോ? ഇത് മിസ്റ്റേക്ക് അല്ല. ട്രിഗർ ആയത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ആയി. പക്ഷെ ആ സമയത്ത് കാസ്ട്രോ എങ്ങനെ പറ്റി പറയണതാണോ നിങ്ങൾ പറയണത്? പിന്നെ അത് മിസ്റ്റേക്ക് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കണം ഞാനാണ്. എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് മിസ്റ്റേക്ക് ആണ്. ഞാൻ അവനെ വിളിച്ച് പറയേണ്ടത് പറഞ്ഞിട്ടുമുണ്ട്, ഞാനത് ചെയ്തിട്ടുമുണ്ട്. അല്ലാതെ ഞാൻ വേറെ ഒന്നും തീരുമാനില്ല. അത് ചെയ്തത് മിസ്റ്റേക്കാണ്. ഞാൻ അവനെ കൊണ്ട് സോറി പറയാൻ പോലുള്ളൂ. ഞാൻ പേഴ്സണലി ടിവിയുടെ സൈഡിൽ നിന്ന് ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ സൈഡിൽ നിന്ന് സോറി പറഞ്ഞോളാം. അല്ലാതെ ഞാൻ അവനെ ഇവിടുന്ന് കെട്ടി പൊതിഞ്ഞ് അവിടെ കൊണ്ടുപോയി ഞാൻ അടിച്ചിട്ട് സോറി പറയണില്ല, മനസ്സിലായോ? എന്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാം, എനിക്കത് മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഷോക്ക് അടിച്ച് മരിച്ചതെന്ന് പറഞ്ഞ് പ്രത്യേക കളിയാക്കത്തില്ലെന്ന് നമ്മൾ ഓൾറെഡി ടി വിയെ കെ വി ഇതായപ്പോഴത്തേക്കിനും നമ്മൾ പറഞ്ഞതാ. എടാ ഇനി നിന്നെ അങ്ങനെ പറയത്തില്ലെന്ന്. അവനെ ഞാനടക്കം ഒരുപാട് വട്ടം കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് സോൾവ് ആയി എല്ലാം സോർട്ടായി പറഞ്ഞതിന് ശേഷം വീണ്ടും അവനെ അങ്ങനെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അത് അവന് ഫീൽ ബാഡ് ആവും. അത് അവന് നല്ല ഫീൽ ബാഡും ആയി പൃഥ്വിക്ക്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയാം, അവൻ എന്നോട് തിരിച്ചു പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ. ബ്രോ R34 മുതൽ ഞാൻ അതിനകത്ത് കയറിയപ്പോൾ R34 തൊട്ട് നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ KVക്കകത്ത് കയറിയപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ വിചാരിച്ച ഒറ്റ കാര്യമാണ്, ഞാൻ കാരണം KV വേഴ്സസ് TV സിറ്റുവേഷൻ ആവാൻ പാടില്ല എന്ന്. അത് ഞാൻ ഇത്രയും നാളായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്, മനസ്സിലായോ? അവൻ എന്നോട് പറഞ്ഞത് അതാണ്, ഇത്രയും നാൾ ഞാനത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കത് ശരിയാ. അവൻ ഇതുവരെ സിറ്റുവേഷൻ എടുത്തിട്ടുണ്ടോ നമ്മുടെ അടുത്ത് വന്ന്?
എന്റെ അറിവിലില്ല. ഇത്ര നാളിവിടെ കളിച്ചതിൽ എന്റെ അറിവിൽ KVL പൃഥ്വി വന്നിട്ട് ഇതുവരെ TV ആയിട്ട് സിറ്റുവേഷൻ എടുത്തിട്ടില്ല. സോ ഞാൻ കണ്ണാപ്പിയുടെ മാത്രം മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയണില്ല. രണ്ടുപേര് സംസാരിച്ച് ട്രിഗറായി പോയൊരു കാര്യമാണ്. അത് പറഞ്ഞ് സോൾവ് ചെയ്തില്ലേ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വേഴ്സ് ആവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ വേറൊരു കാര്യം സംസാരിക്കാൻ പോയാ. തേങ്ങ വീണത് ചുമ്മാ സത്യം സംസാരിക്കണ അന്നാ ഇവിടെ ഉണക്ക തേങ്ങയാണ്. പറ്റത്തില്ല കേട്ടോ. അടിച്ചിട്ട ലോയൽറ്റി ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതൊക്കെ എന്തിനാ ഇതൊക്കെ ആവശ്യമുണ്ടോ നമുക്ക്? പണ്ടൊക്കെ നമ്മൾ ഈ പോയിന്റ് ഒക്കെ നോക്കിട്ടാണോ കളിച്ചത്? മറന്നു എങ്ങനെയാണ് ചത്തില്ലല്ലോ അവനെ അതെങ്ങനെ സ്പേസ് ഇല്ലാതാണോ അടിക്കേണ്ടത്? കണ്ടിട്ട് വരാം. നിന്നെ തിരിച്ചുകൊണ്ടിടാൻ പോകൂടാ. അയ്യോ കേവിടെ വണ്ടിയല്ല എവിടെ അവൻ വണ്ടിയുടെ കൊണ്ടേക്ക് ചാടി വിടാൻ എനിക്ക് വീഡിയോ കിട്ടി. ഇങ്ങോട്ട് വന്ന് ഇടിച്ചാലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ. ഒരെണ്ണല്ലേ കിട്ടിയിട്ടുള്ളൂ. രണ്ടെണ്ണം ചാൻസ് അത് നിങ്ങൾ ആരും കണ്ട? അതിന്റെ കണ്ണ് പോകാൻ നോക്ക്. ആ വണ്ടിയുടെ കണ്ണ് തുറക്കി കിടക്കുകയും ചെയ്ത് നോക്കടാ. അടിപൊളിയല്ലേ? നല്ല ഇത് തെറ്റി വെച്ചേക്കണം. അടിപൊളി. അത് നല്ല കൺട്രോൾ ഉണ്ട്. അതിന്റെ ഹാൻഡ്ലിങ് ഭയങ്കര അടിപൊളിയാ. ഹൈനെ കാണാൻ എന്തൊരു ചന്തല്ലേ. നമ്മളാണ്. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൈനക്ക് ഒരു പ്രത്യേക തിളക്കമില്ലേ ബാക്കിയുള്ള ഗ്യാങ് വണ്ടികളെ അപേക്ഷിച്ച്? ഹൈനക്ക് ഒരു ഗ്ലേസിംഗ് ഇല്ലേ ഭയങ്കര? അതെ അതെ, ഞാൻ ഇതുവരെ വേറെ ഒരു വണ്ടിയിൽ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഇത് പറയാം, അവരെ കമ്പയർ ചെയ്ത് പറയല്ല. ഹൈനക്ക് ഒരു തിളക്കമുണ്ട് ഒരു സൈസിൽ. അത് ഉണ്ടോ? അതാണ് ഈ ഗ്ലേസിംഗ്. സംസാരിച്ചാ മതിയോ? ബാക്കിയുള്ളവർ ഹെൽമെറ്റ് മാസ്ക് ഒക്കെ അല്ല അവിടുന്ന് ഒരു അടി വരുവേ. ഇല്ലില്ല, അത് അവര് നോക്കിക്കോളും. അപ്പൊ എന്താ ഇപ്പൊ ഞങ്ങള് ഇന്നലെ ആണെങ്കിൽ സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് പൃഥ്വിയും കണ്ണാപ്പിയും കൂടെ സംസാരമായി ആകെ ഇതായി. അതില് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ട്രിഗറായി. നമ്മള് വേറൊരു സിറ്റുവേഷൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്താണ് നടന്നതെന്നോ എന്താ സംഭവിച്ചതെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പൊ പിന്നെ വെളിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയണേ. അപ്പൊ പറയണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അപ്പാപ്പനെ നമ്മൾ ഇതിനകത്ത് എടുത്ത സമയത്ത് ഇനി ഇങ്ങനൊരു സംഭവം ടിവിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എൽഡർ മെമ്പേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇതാക്കിയ കുറച്ച് കാര്യമാണ്. പക്ഷേ ഈ പിള്ളേർ സെറ്റിൽ ഇപ്പം ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതിപ്പോൾ എല്ലാവരും ഒരുമിച്ച് പഴയ കാര്യങ്ങളൊക്കെ മറന്ന് സെറ്റായി എന്ന് എന്തായാലും ഹിറ്റ്മാനും തോന്നുന്നില്ലല്ലോ. അതിന് കുറച്ച് എന്തായാലും ടൈം എടുക്കും. അത് ഒത്തിരി പെട്ടെന്നൊന്നും എന്തായാലും അങ്ങനെ ആവൂല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിൽ ട്രിഗർ ആയതാണ് ഇന്നലത്തെ സിറ്റുവേഷൻ. അപ്പോൾ അവൻ ഇന്നലെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ കാർലോയൊക്കെ മെൻഷൻ ചെയ്ത് ആകെ ഇതായി ശോകമായി. അപ്പോൾ അത് പൃഥ്വിടാ, അത് ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ചെറിയ അതെ ഞാൻ പറയല്ലേ, എന്റെ സൈഡ് ഞാൻ ഓൾറെഡി ക്ലിയർ ആക്കിയായിരുന്നല്ലോ ഇന്നലെ. എനിക്ക് എന്റെ ഭാഗത്തുനിന്നായിട്ട് അങ്ങനെ
നമ്മൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു ഇന്റൻഷൻ എനിക്കില്ല. പിന്നെ അവൻ ഇങ്ങോട്ട് വന്ന് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഫീൽ ബാഡ് ആയി. അതും പിന്നെ ഞങ്ങള് അതിന്റെ മുമ്പ് ആ സിറ്റുവേഷൻ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങള് ഡ്രസ് ഷോപ്പ് വെച്ച് കണ്ട് സംസാരിച്ചതുവാ. നമ്മളെന്തായാലും അതൊക്കെ വിട്ടു. അവന്റെ അടുത്ത് ജസ്റ്റ് സംസാരിച്ചിരുന്നാ മതി, കണ്ണാപ്പിയുടെ അടുത്ത്. നമ്മള് അത് വിട്ടു, ആ സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞു. കണ്ണാപ്പിയുടെ അല്ലല്ല മെയിനായിട്ട് ഞാൻ പറയാണ്, കാർലോ മെൻഷൻ ചെയ്ത് അവൻ ഷോകായിട്ട് ചെയ്തൊരു കാരണം. അതുകൊണ്ട് ടിവിയുടെ സൈഡിൽ നിന്ന് ഞാൻ അതിനെന്തായാലും സോറി പറയുന്നു. പിന്നെ രണ്ട് കൂട്ടര് നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയ അത് തന്നെ കീപ്പ് ചെയ്താൽ മതി, രണ്ട് സൈഡും അത്രേ ഉള്ളൂ. അത് ഇനിയിപ്പോ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൈഡിൽ ഇവന്മാർക്കെല്ലാം അറിയാം, അങ്ങനെ ആരും ഒന്നും പറയാനോ അങ്ങനെ വരത്തില്ല. അത് അന്നേരം ഇന്നലെ സംസാരിച്ചപ്പോഴും ഇവനും ആദ്യം ഒന്നും മിണ്ടാതിരിക്കുവായിരുന്നു, പിന്നെ അത്രയും പറഞ്ഞപ്പോഴെന്തോ ആണ് അവൻ റെസ്പോണ്ട് ചെയ്തത്. മനസ്സിലായി നമ്മുടെ സൈഡിൽ നിന്ന് ആരും അങ്ങനെ ഇനി അങ്ങനെ ഇത് ചെയ്യത്തില്ല. മനസ്സിലായി. അപ്പൊ അതിനി ഇന്നലെ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകാതെ നമ്മൾ നോക്കിയാൽ കണ്ണാപ്പി ഒരു അവനിന്ന് വരാൻ പറ്റുന്ന സാഹചര്യമല്ല, അതുകൊണ്ടാണ് വരാന്. അപ്പൊ ഞാൻ കേറുമ്പോ ഞാൻ എന്തായാലും അവനടുത്ത് സംസാരിച്ചോളാം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ വാറും പരിപാടിയൊക്കെ നടക്കട്ടെ. ശരി. ശരി. മാസത്തിന് കുറച്ചുപേരെ കൊണ്ടുവരണം. ഒരു നായകനെ തല്ലിക്കൊന്ന് കത്തിച്ചു വിട്ടായിരുന്നേ. കണ്ടു നിന്ന ജെഞ്ചിക്ക് എന്താ പ്രശ്നം ചോദിക്കാൻ വേണ്ടി വന്നേ. മാസായിട്ടാണ് അടി. മാസിനെ കൊന്നായിരുന്നു, ഇനി അവര് വരണം. പ്രശ്നം ജിന്നെ അതിന്റെ ഇടയിൽ അവിടെ കണ്ടില്ല. അടി അടക്കുന്നതിന്റെ ഇടയ്ക്കൂടെ വണ്ടിക്ക് പിടിക്കണം. ഈ ജെഞ്ചിക്ക് പണ്ടുള്ള സ്വഭാവമാണ്, അമ്മമാർക്ക് രണ്ടടി കൊടുത്തു വിടുമ്പോ അതൊക്കെ നന്നായിക്കോളൂ. അതിപ്പോ ഒന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ ഉണ്ടോ ഒരുത്തൻ? അത് അമ്മമാർക്ക് ഈ അടി അടക്കുമ്പോ അതിന്റെ ഇടയ്ക്കൂടെ ആരുടെയും സാമാനത്തിൽ പിടിച്ചില്ലേ പറ്റത്തില്ല. അത് കൊലത്തിലല്ല, അമ്മമാർക്ക് കിട്ടിയാലേ പഠിക്കുള്ളൂ. അപ്പൊ നമുക്ക് സംസാരിച്ചു, ഞങ്ങള് വണ്ടിക്കകത്തുണ്ടാവും. വാ വാടാ. ഇനി ഗ്യാങ് ഡ്രസ് വിട്ട് ഇനി പെണ്ണുങ്ങളെ വളച്ചിതിനകത്തിരിക്കണം കേട്ടാ. വീഡിയോ 50 ദിവസം ഡിലേ ആക്കണേ കേട്ടോ. ഞാൻ പറയട്ടെ, കണ്ടടക്കാണ്ട് ഞാൻ പണിയെടുക്കണം, കണ്ടടക്കാണ്ട്. പക്ഷെ ഇന്നലെ കണ്ടടക്കിട്ട് ഇങ്ങനെ കണ്ടടക്കാണ്ട് പണിയെടുത്താൽ ഉടനെ പെർമനന്റ് ആയിട്ട് കണ്ടടക്കേണ്ടി വരും. പിന്നെ ഉറക്കമൊക്കെ വേണ്ട മനുഷ്യര്. അതാണ് കേട്ടോ, കുറച്ച് പറഞ്ഞേക്കിട്ട കുറച്ച് 80+ ആണ് വീഡിയോ. നീ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞേരെ. കുറച്ച് 80+ ആണ്. അപ്പൊ 80+ അല്ലാത്ത ആൾക്കാർ ഇവന്റെ ഒരു ടോൺ മാറണുണ്ട് പറഞ്ഞിട്ട് എന്നെ കൊണ്ടാ വേറെ ആൾക്കാര് വരും അല്ലേ? അതെ, അപ്പാപ്പനെ കൊണ്ട് മിന്നൽ ഇതേതാ വണ്ടി? ഇതേത് ഗ്യാങ്? അല്ലേ? ഇതെന്താ നിങ്ങളുടെ വണ്ടിയുടെ മെഗാട്രോൺ? കൊള്ളാം. എടാ അത് ചില്ലറ R34 പുണ്ടച്ചി ഇവനെ നമ്മളേലെടുത്ത് അവൻ നമ്മളേലെപ്പോ ഇവനെയൊക്കെ ഉണ്ടല്ലോ.